സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം സംഘടിപ്പിച്ചത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 5 പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനവും നടത്തിയത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിപുലമായ പരിപാടികളോടുകൂടി ആരംഭിച്ച ഈ പരിപാടി എല്ലാ ഒരു വർഷം കഴിയുമ്പോൾ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 5 പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കുകയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലും എല്ലാ മേഖലകളിലും വളരെ വിപുലമായി തന്നെയാണ് നമ്മളെ ഈ മാലിന്യമുക്തമായി പ്രവർത്തിക്കുകയും അതിനനുബന്ധമായി എല്ലാ സ്ഥാപനങ്ങളും സ്കൂളുകൾ കോളേജുകൾ അതോടൊപ്പം തന്നെ അംഗനവാടികൾ മറ്റ് മേഖലകളിലെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെയും ഹരിതകർമ്മ സേനയായി വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയെയും മികച്ച സർക്കാർ സ്ഥാപനമായി CHC ചിത്രപുരത്തെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.